നമസ്കാരം. വ്യത്യസ്തങ്ങളായ കാഴ്ചകളിലേക്കും വേറിട്ട വിശേഷങ്ങളിലേക്കും ജാലകം തുറക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസിലേക്ക് സ്വാഗതം. മനസ്സിന് കുളിർമ പകർന്നു വീശുന്ന സുഗന്ധവാദിയായ കാറ്റ്, ഇതിഹാസ പെരുമകളിലെയും ഭാരതീയ സംസ്കാരത്തിലെയും കരുത്തിന്റെ പ്രതീകമായി തലയുയർത്തി നിൽക്കുന്ന ഗജവീരന്മാർ. ഗാർഡൻ ഓഫ് ഫൈവ് സെൻസസിലെ ഈ ഇടം കാറ്റിന്റെയും കരുത്തിന്റെയും സൂചകമാണ്. ആനയെപ്പോലെ ബലവാനായ പാണ്ഡവൻ എന്നും രണ്ടാമനാകേണ്ടി വരുന്ന അവന്റെ വേദനകളിൽ ആശ്വാസമായി വായു ഭഗവാൻ. മഹാഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യവേദനകളായിരുന്നു MT വാസുദേവൻ നായർ രണ്ടാം ഊഴത്തിൽ പങ്കുവച്ചത്. MTയുടെ രണ്ടാം ഊഴം ഭീമവർമ്മം എന്ന പേരിൽ അരങ്ങിലെത്തിച്ച സാംകുട്ടി പട്ടങ്കരിയെ പരിചയപ്പെടുത്തുന്നു ജനസമ്മതത്തിൽ S. രാജീവ്. മഹാഭാരതത്തിലെ ഭീമൻ ഒന്നാമനാകാൻ യോഗ്യതയുണ്ടായിട്ടും രണ്ടാമനാകേണ്ടി വന്ന കരുത്തുറ്റ കഥാപാത്രം. ഭീമന്റെ മനോവിചാരങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ ഒരുക്കിയ രണ്ടാമൂഴം. MTയുടെ രണ്ടാമൂഴത്തിന്റെ ഛായയിൽ നിന്ന് മറ്റൊരു ഭീമപർവം ഒരുക്കുകയായിരുന്നു സാംകുട്ടി പട്ടങ്കരി എന്ന യുവ നാടകകാരൻ. ഡൽഹി ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിൽ ഒരുക്കിയ മഹാഭാരതോത്സവത്തിൽ പട്ടങ്കരിയുടെ ഭീമനെ കാണാൻ നിറഞ്ഞ സദസ്സായിരുന്നു. ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നാടകം സാംകുട്ടി പട്ടങ്കരിയെ വിളിക്കുകയായിരുന്നു. ചിത്രരചന പഠിച്ചുറച്ചപ്പോഴും നാടകവേദി പ്രലോഭനമായി മുന്നിൽ നിന്നു. കോട്ടയം കല്ലറ സ്വദേശിയായ സാംകുട്ടിയെ കുട്ടിക്കാലത്തു തന്നെ നാടകം പിടികൂടി. നാടക പരിശീലന കളരിയിൽ കാഴ്ചക്കാരനായിരുന്ന സാംകുട്ടിയെ ഒരു സംവിധായകൻ കണ്ടെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ നാടകത്തിൽ വേഷമിട്ടു. മുതിർന്നപ്പോൾ പക്ഷേ ചേർന്നത് ചിത്രകലാ പഠനത്തിന്. തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് ചിത്രകലയിൽ ബിരുദം നേടി. എങ്കിലും നാടകമായിരുന്നു മനസ്സ് നിറയെ. തുടർന്ന് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് ചേക്കേറി. നടനും സംവിധായകനും എന്ന നിലയിൽ അക്കാഡമിക് പാഠം. 1989 സാംകുട്ടി ആദ്യമായി ഒരു മലയാള നാടകം സംവിധാനം ചെയ്തു. കുടുക്ക. നാടകത്തിലേക്കുള്ള ഗൗരവം നിറഞ്ഞ യാത്രയുടെ തുടക്കം. ആ കുടുക്ക എന്ന് പറഞ്ഞ നാടകം അഞ്ച് ചെറിയ സ്റ്റേജുകളായിട്ടാണ്. അപ്പൊ ആ നിലയ്ക്ക് സ്പേസിനെ പല ഇതിലേക്ക് മാറ്റിക്കൊണ്ട് 4-5 സ്ഥലത്തേക്കായിട്ട് മാറ്റിക്കൊണ്ടാണ് ഞാൻ കുടുക്ക എന്നുള്ള നാടകം ചെയ്തത്. പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ തുടർച്ചയായി സാംകുട്ടി നാടകങ്ങൾ ഒരുക്കി. ചരിത്ര പുസ്തകം, വർത്തമാനം, നന്മതിന്മകളുടെ വാർഷികം, കണ്ടാമൃഗം, വേഴ്ച തുടങ്ങിയ നാടകങ്ങൾ. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ വിശകലനം ചെയ്തുകൊണ്ട് സാംകുട്ടി രചനയും സംവിധാനവും നിർവഹിച്ച ബ്ലാക്ക് മാസ് എന്ന നാടകം ഏറെ ചർച്ചയായി. മലയാള ഭാഷയിൽ മാത്രമല്ല സാംകുട്ടി നാടകങ്ങൾ ചെയ്തിട്ടുള്ളത്. കന്നഡയിലും ഹിന്ദിയിലും നാടകങ്ങൾ ഒരുക്കി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കന്നഡ ഒരു അക്ഷരം അറിയില്ല. ആ സമയത്താണ് ഞാൻ കന്നഡ നാടകം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ നാടകം തന്നെ 130 സ്റ്റേജ് കിട്ടി കർണാടകയിൽ. അത് നാടകത്തിന്റെ ഭാഷ, നാടകം വേറൊരു ഭാഷ തന്നെയാണ്. ചിത്രകലയുടെയും പാരമ്പര്യ കലാരൂപങ്ങളുടെയും സംയോജനമാണ് സാംകുട്ടിയുടെ നാടകങ്ങളുടെ സവിശേഷത. ഇതിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത അവസ്ഥകളെ കുറിച്ചാണ് സാംകുട്ടി പങ്കുവയ്ക്കുന്നത്. നാടകത്തിൽ ഗവേഷണം ചെയ്യാനാണ് സാംകുട്ടി ഡൽഹിയിലെത്തിയത്. JNUവിൽ നാടക ഗവേഷണവും നാടക സംവിധാനങ്ങളും. ഓംചേരിയുടെ പ്രളയമെന്ന നാടകമൊരുക്കിക്കൊണ്ടായിരുന്നു തുടക്കം. തുടർന്ന് ഉത്തരേന്ത്യൻ വേദികളിൽ സാംകുട്ടി സജീവം. ഭീമപർവം എന്ന സാംകുട്ടിയുടെ ഏറ്റവും പുതിയ നാടകവും സംവിധായകന്റെ പ്രതിഭയുടെ സാന്നിധ്യമാണ് വെളിപ്പെടുത്തുന്നത്. ധർമ്മത്തിന്റെ പ്രതീകങ്ങളായ പഞ്ചപാണ്ഡവർ സ്വർഗത്തിൽ പോകുന്നതും ദ്രൗപദിയും ഭീമനും ആദ്യം വീഴുന്നതുമാണ് നാടകത്തിന്റെ തുടക്കം. പഞ്ചപാണ്ഡവരുടെ പ്രിയഭക്തിയായിരുന്ന ദ്രൗപദി വീണപ്പോൾ സാന്ത്വനവുമായി എത്താൻ ഭീമൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ തെറ്റു ചെയ്തവർ സ്വർഗത്തിൽ പോകില്ലെന്നും വഴിമധ്യേ വീണുപോകുമെന്നും ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ പറയുമ്പോൾ ശ്രോതാക്കൾക്ക് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും വലിയൊരു കഥാതന്തു നൽകുകയാണ് സാംകുട്ടി. യഥാർത്ഥത്തിൽ ഭീമനെ ഞാനൊരു ട്രാജഡിയുടെ ഘടനയിലേക്കാണ് കൊണ്ടുവന്നത്. ഇതേപോലെ ഒരു ഘടനയിൽ യഥാർത്ഥത്തിൽ ഈ ക്ലാസിക് കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള നാടകങ്ങൾ രചിക്കപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു. 45ഓളം നാടകങ്ങൾ ഇതിനോടകം സാംകുട്ടി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭാരതരംഗ മഹോത്സവം, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അന്താരാഷ്ട്ര നാടകോത്സവം തുടങ്ങിയ പരിപാടികളിൽ 3 പ്രാവശ്യം സാംകുട്ടിയുടെ നാടകങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ സാംകുട്ടിക്കായി വഴിമാറി. ഹിന്ദിയിലെ അന്തനാഹിൽ, കന്നഡയിലെ മഹാചൈത്ര, മലയാളത്തിലെ അഗ്നി, പ്രളയം തുടങ്ങിയ നാടകങ്ങൾ സാംകുട്ടിയുടെ അതുല്യ സംഭാവനകളാണ്. നാടകം മരിക്കുകയാണെന്ന അഭിപ്രായത്തോട് സാംകുട്ടി ഇങ്ങനെ മറുപടി പറയും. പലപ്പോഴും ടെക്നിക്കായിട്ടാണ് പലരും ഈ സ്ഥലങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറേയേറെ തകരാറുകളുണ്ട്. സർക്കാരുകൾ കലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകണമെന്നാണ് സാംകുട്ടിയുടെ അഭ്യർത്ഥന. അടുത്ത നാടകത്തിന്റെ പണിപ്പുരയിലേക്ക് കടക്കുമ്പോൾ സാംകുട്ടിക്കായി ഇനിയും ഒട്ടേറെ കഥാപാത്രങ്ങൾ കാത്തുനിൽക്കുന്നു. ഇവിടെ തിരശ്ശീല വീഴുന്നില്ല.